മട്ടലായി ദേശീയപാതയിലെ വിള്ളലിൽ നിർമ്മാണ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ജനപ്രതിനിധികൾ. വിദഗ്ധ സമിതിയുടെ സന്ദർശനത്തിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിലായിരുന്നു കരാറുകാർക്കെതിരായ രൂക്ഷമായ കുറ്റപ്പെടുത്തൽ. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. വിദഗ്ധ സമിതിയുടെ സന്ദർശനത്തിന് ശേഷം ചേർന്ന അവലോകന യോഗത്തിൽ പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരാണ് കരാർ കമ്പനിയുടെ നിരുത്തരവാദപരമായ സമീപനത്തെ രൂക്ഷമായി വിമർശിച്ചത്. ദേശീയപാതയുടെ നിർമ്മാണം തുടങ്ങിയത് മുതൽ പിലിക്കോട് ചെറുവത്തൂർ പഞ്ചായത്തുകളിൽ വ്യാപക പരാതികളാണ് ഉയരുന്നത്. ശാസ്ത്രീയമായ ഡ്രൈനേജ് സംവിധാനത്തിന്റെ അഭാവവും അശാസ്ത്രീയമായ മണ്ണ് നിറയ്ക്കലുമാണ് നിലവിലെ തകർച്ചയ്ക്ക് കാരണമെന്ന് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടി. ജോലി പൂർത്തീകരിച്ചതിന് നാളെ അടുത്ത മാസം പോവുകയും പക്ഷേ ജനങ്ങൾക്കൊക്കെ ജീവിക്കട്ടെ, സുരക്ഷിതമായി ജീവിക്കട്ടെ. ഒരു ഗ്രാമപ്രദേശത്ത് അടുത്തടുത്ത വീടുകളിൽ ഉള്ള ഒരു പ്രദേശത്ത് ആ വെള്ളത്തെ കുറിച്ചിട്ട് അപ്പൊ എന്താ പറയുക, മഴ വരുമ്പോൾ നോക്കാൻ പാടില്ല. മഴ വരുമ്പോൾ നോക്കാൻ അവിടെ ഡ്രൈനേജ് എടുക്കാൻ വേണ്ടി കുഴിമാറ്റിയപ്പോൾ അവർ പഞ്ചായത്തോട് പൊട്ടി. അപ്പൊ ആ പൊട്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി എത്രയോ പ്രാവശ്യം റിപ്പയർ ചെയ്തില്ല. അവിടെ ബ്രേക്കും കാര്യങ്ങളും ഉള്ളിൽ വീഴേക്ക് ഇത്ര കാലമായി പറഞ്ഞാൽ അത് കുറച്ച് സ്ഥലം, ഒരു 5 സ്ക്വയർ മീറ്റർ സ്ഥലം ഒന്ന് കുറച്ച് സിമെന്റോ ഒന്നും ശരിയായി കൊടുക്കാൻ വേണ്ടി ആടിപ്പം ആളുകൾ ഉരുളൻ കഴിഞ്ഞു അത് കിട്ടിയിട്ട് ആകെ പ്രശ്നത്തിലാണ്. ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നിരവധി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നില്ല. അതിന്റെ ഡ്രൈനേജ് എന്തുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോയില്ല, എന്തുകൊണ്ട് അവിടെ വളർത്തേണ്ടി വന്നു, അത് വലിയ പ്രശ്നമല്ലേ. ഓരോ മഴക്കാലത്തും റോഡിലെ വിള്ളൽ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. പരാതികൾ അറിയിച്ചാലും കമ്പനി കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. അതേസമയം കോൺക്രീറ്റ് ഭിത്തിയിലെ വിള്ളലുകൾ സാങ്കേതികമായ എക്സ്പാൻഷൻ ജോയിന്റുകൾ മാത്രമാണെന്നാണ് കമ്പനി പ്രതിനിധികളുടെ വിശദീകരണം. എന്നാൽ ഈ വാദം തള്ളിയ ഉദ്യോഗസ്ഥർ വിദഗ്ധ പരിശോധന പൂർത്തിയാകുന്നതുവരെ തകർന്ന ഭാഗത്തെ മണ്ണ് നീക്കൽ പ്രവൃത്തികൾ നിർത്തിവെക്കാൻ കമ്പനിക്ക് നിർദ്ദേശം നൽകി. പ്രശ്നത്തിന് അടിയന്തരവും ശാശ്വതവുമായ പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുമെന്ന് പഞ്ചായത്ത് യോഗത്തിൽ മുന്നറിയിപ്പുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.